നമ്മുടെ സ്പടികത്തിനകത്ത് ബഹദൂർ എന്ന തയ്ക്കുന്നൊരു തയ്യക്കട കാണിക്കത്തില്ലായിരുന്നോ? അത് നമ്മുടെ ഈ പപ്പടക്കടയുടെ തൊട്ടിപ്പുറത്താണ് ഈ ഒരു തയ്യക്കട കേട്ടോ. നമ്മുടെ ആടുതോമയുടെ വിഹാര കേന്ദ്രമായിരുന്നു ആ സിനിമയിൽ. ഇതൊരു രീതിയിലാക്കിയിട്ടുണ്ട്, ഇതൊരു രീതിയിലാക്കിയിട്ട് ഒരുമിച്ച് വെച്ചിട്ട് പിന്നെ അതെ ഒന്നുകൂടെ അമർത്തും. പ്രസ് ചെയ്യും അല്ലേ? നമ്മളങ്ങനെ ചങ്ങനാശ്ശേരിയിലെ മറ്റൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ശർക്കരയുടെ മാനുഫാക്ചറിങ് കാണിച്ചു വരുന്നു. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം നമ്മൾ വേറെയും കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നാച്ചുറലായിട്ട് മലയാളിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണിത് പപ്പടം. അപ്പോൾ ഈ ഒരു പപ്പടം, അതായത് ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ നാടൻ പപ്പടം ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു കടയാണ് നമ്മൾ ചങ്ങനാശ്ശേരി മാർക്കറ്റിനകത്ത് തന്നെയുള്ള ചെറിയൊരു കടയാണ്. അപ്പോൾ ഈ കടയുടെയൊക്കെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ സ്പടികം ഷൂട്ട് ചെയ്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടോ, അതോടെ എൻ്റെ കൂടെ കാട്ടിത്തരാം. അപ്പോൾ ഈ പപ്പടത്തിന്റെ നിർമ്മാണവും കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് വീഡിയോ നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പ്രസാദേട്ടൻ്റെയാണ് നമ്മൾ ഈ കാണുന്നത് ഇത്രയും പപ്പട നിർമ്മാണ യൂണിറ്റ് എന്ന് പറയുന്നത്. പറഞ്ഞു വന്നപ്പോഴാണ് പുള്ളിക്കാരനും തൃശ്ശൂർക്കാരനാണ്, നമ്മുടെ ഗുരുവായൂരുകാരനാണ്. എന്നെ പേഴ്സണലി അറിയുന്നവർക്കറിയാം എന്താണ് തൃശ്ശൂരുള്ള കണക്ഷനും കാര്യമൊക്കെ. അപ്പോൾ ചേട്ടനെ പരിചയപ്പെട്ട ഏറെ സന്തോഷം. ചേട്ടനോട് പണിയിലാണ്, പിന്നെ ഇടയ്ക്കാണ് ചേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ. ചേട്ടാ, ഇതിപ്പോൾ നമ്മൾ പരത്തുന്നതിന് മുന്നുള്ള ഒരു സ്റ്റേജ് അല്ലേ? അപ്പോൾ ഈ പരത്തുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താ നമ്മൾ ഈ പപ്പടം നിർമ്മിക്കുന്ന സത്യത്തിൽ യൂസ് ചെയ്യുന്നത്? പപ്പടക്കാരം, ഉപ്പ്, മാവ് കഴിക്കുക. അപ്പോൾ നമ്മൾ മെഷീൻ വെച്ചിട്ടല്ലേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്? കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ടോ? കൈ കൊണ്ടായിരുന്നു. ഇപ്പം മെഷീനാണ്, മാവ് കുഴക്കുന്ന മെഷീൻ ഇവിടെ ഉണ്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ മാവ് കുഴച്ചതിന് ശേഷം ഇതുപോലെ നീളത്തിയാക്കും കട്ട് ചെയ്തിട്ട് അതാണ് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ പരത്തി എടുക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ഒരു ദിവസം നമുക്ക് എത്ര മാവ്, അതായത് എത്ര പപ്പടമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഏകദേശം? ചെലവിനല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു സൈസ് ആക്കിയ ശേഷം പിന്നെ അടുത്ത പരിപാടി അടുത്ത വീണ്ടും നമ്മൾ പരത്തു പോകണോ? പ്രസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് അല്ലേ? അപ്പൊ ഈ ഒരു പപ്പടം കൂടാതെ നമ്മൾ നേരത്തെ കണ്ട ഈ ബോളി പപ്പടം ഉണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ ബോളിയുടെ ചില നമ്മൾ തട്ടുകടകളിൽ ചെലവ് കിട്ടുന്നില്ലേ പപ്പട ബോളി, അതിന്റെ പപ്പടമാണ്. അതിന്റെ പ്രത്യേകത എന്താ സത്യത്തിൽ? അല്ല, ഈ പപ്പടയുടെ നിർമ്മാണത്തിന് വ്യത്യാസമുണ്ടോ? നിർമ്മാണം വ്യത്യാസമൊന്നുമില്ല, അതിന് കനക്കുറവാണ്. നല്ല തിന്നായിരിക്കും ഈ പപ്പടത്തെക്കാൾ. കനക്കുറവാണ്, പിന്നെ വലിപ്പം കൂടുതലാണ്. വലിപ്പം കൂടുതലുണ്ട്. ഇതാണ് നമ്മുടെ ഉഴുന്നുപൊടി 50 കിലോയുടെ പാക്കറ്റായിട്ട് ഇവിടെ കുറേ ഉണ്ടായിരുന്നു അടുക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കൂടെ ഇതാണ് നമ്മുടെ പപ്പടക്കാരം. പിന്നെ ഇതിൻ്റെ കൂടെ ഉപ്പും കൂടെ നമുക്ക് വരുന്നത് അല്ലേ? കൂടെ വന്നിട്ട് ഈ മെഷീനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ പിന്നെ കുഴച്ചെടുക്കുന്നത്. മെഷീൻ വെച്ചിട്ട് തന്നെയാണ് കുഴച്ചും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ ഇവിടെ കൊണ്ടുപോകും അല്ലേ? എത്ര നേരം കുഴയ്ക്കും ഇത്? 10 മിനിറ്റ് അല്ലേ? അങ്ങനെ നമ്മുടെ മെഷീനിൽ കുഴച്ചെടുത്ത മാവെന്ന് പറയുന്നത് ഇതേപോലെ ഒന്ന് നീട്ടിയെടുത്തതിന് ശേഷം നമ്മൾ പൊറോട്ടയ്ക്ക് കുഴയ്ക്കുന്നതിൻ്റെ കൂട്ട് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റി വെക്കും. ആ മാറ്റി വെക്കുന്ന ബോളുകൾ പിന്നെയും പരത്തിയിട്ട് നല്ല നീളത്തിലാക്കി എടുക്കും. ആദ്യം ചേട്ടനോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ചേട്ടനോട് ചെറിയായിട്ട് കട്ട് ചെയ്തിരുന്നത്. ഇങ്ങനെ നീളത്തിലാക്കി വെച്ചിരുന്ന നമ്മുടെ ആ മാവാണ് അവിടെ കൊണ്ടുപോയിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നത്. എന്നിട്ടാണ് പിന്നെ പരത്തലും പിന്നെ ബാക്കിയുള്ള എല്ലാ പരിപാടിയിലേക്ക് അവർ പോകുന്നത്. അപ്പം നേരത്തെ ചേട്ടൻ കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളുണ്ട്, ആ ചെറിയ പീസുകൾ എൻ്റെ കോയിൻ പരുവത്തിൽ ചെറിയ രീതിയിൽ പരത്തിയിട്ട് ഇവർ ആദ്യമേ അത് മാറ്റും. ഈ രണ്ടുപേരും ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചേട്ടൻ എന്തെങ്കിലും ചെറിയൊരു പീസൊക്കെ കട്ട് ചെയ്തിരുന്നുണ്ടായിരുന്നു. അത് അരിപ്പൊടിയാണോ? അത് അരിപ്പൊടി വെച്ചിട്ട് മുക്കിയിട്ട് ഇതിപ്പോൾ കുറേ അടുക്കുണ്ട് അല്ലേ? കുറേ എണ്ണ എടുത്ത് വെക്കുന്നു, പ്രസ് ചെയ്യും അല്ലേ? ഒറ്റ സ്ട്രെച്ചിന് എത്ര എണ്ണം കയറും പപ്പടം? ഇത് ഏകദേശം നമുക്ക് എണ്ണം എടുക്കാൻ പറ്റത്തില്ല. 40 ഉണ്ടാവും അല്ലേ കയറണം? കോയിൻ സൈസിൽ പരത്തി എടുത്തിരുന്ന ആ മാവ്
ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ രീതിയിൽ പ്രസ് ചെയ്ത് കൊണ്ടുവരിക. അതായത് ഈ ഒരു മാനുഫാക്ചറിങ് കാണുന്നതിന് മുൻപ് വരെ ഞാൻ കരുതിയിരുന്നത് പപ്പടം എന്ന് പറയുന്നത് പരത്തിയെടുക്കുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് പരത്തുമല്ല, നിങ്ങൾ ഈ കാണുന്നതിൻ്റെ കൂട്ട് ആദ്യം മാത്രമാണ് പരത്തിയെടുക്കുന്നത്. പിന്നീട് കംപ്ലീറ്റ്ലിയും സ്ട്രെച്ച് ചെയ്ത് ഈ പൊടി ഇട്ട് കൊടുത്ത് പരസ്പരം ഒട്ടാതെ പൊടി ഇട്ട് കൊടുത്ത് സ്ട്രെച്ച് ചെയ്താണ് നമ്മൾ കഴിക്കുന്ന പപ്പടത്തിൻ്റെ വലുപ്പത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് പല വലുപ്പത്തിലുണ്ട്, ആവശ്യക്കാരുടെ വലുപ്പം അനുസരിച്ചിട്ടാണ് ഈ വലുപ്പം അവർ കൂട്ടുന്നത്. സ്ട്രെച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇവർ ആ വലുപ്പത്തിലേക്ക് എത്തിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി തന്നെ ഇപ്പോൾ കാണാനായിട്ടും പറ്റും. അങ്ങനെ കൈ കൊണ്ട് അത്യാവശ്യം വലുപ്പമായ പപ്പടത്തിനെ ഇനി എന്ത് ചെയ്യും, തിരിച്ചിടും. അതായത് എങ്ങനെയായിരുന്നു പ്രസ് ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അവർ തിരിച്ചിടും. ആ തിരിച്ചിടുന്ന സ്പീഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ആദ്യം കരുതി ഇവർ എണ്ണി നോക്കുകയാണെന്ന്, പിന്നീട് ചോദിച്ചപ്പോൾ മനസ്സിലായത് എണ്ണുമല്ല, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇത് തിരിച്ചിടുകയാണ്. എന്നിട്ട് പിന്നെയും പ്രസ് ചെയ്തിട്ട് ഇത് വീണ്ടും ഒന്നുകൂടെ വലുതാക്കും. ഈ കാണുന്ന ഈർക്കിലുണ്ടോ, ഈ ഈർക്കിൽ എന്ന് പറയുന്നത് അളവെടുത്ത് വെച്ചേക്കുക അല്ലേ. ഈ ഒരു വലുപ്പമായിരിക്കും മൊത്തം വരുന്നത്, വ്യാസം എന്ന് പറയുന്ന പപ്പടത്തിൻ്റെ. അത് നമ്മുടെ ഈ ഇരിക്കുന്ന പപ്പടം ഈ ഒരു വലുപ്പത്തിലേക്ക് പ്രസ് ചെയ്തെടുക്കും അല്ലേ. ഇപ്പോൾ ഇത് ഏറെക്കുറെ നമ്മുടെ പപ്പടത്തിന് സൈസായി. വാക്കിലെ പൊടി തട്ടണം അല്ലേ. ഇത് കറക്റ്റായിട്ട് ആകേശം അളവ് നോക്കണം, കറക്റ്റ് കൊള്ളണം. അതിനുശേഷം ഇത് നേരെ വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കിയിട്ടാണ് എടുക്കുന്നത്. ഒന്നല്ല 2 ദിവസമായിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മുടെ ഈ പപ്പടം നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് കയ്യിലെത്തുന്നത്. ഒരു സെറ്റ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പടികത്തിനകത്ത് ബഹദൂർ എന്ന തയ്ക്കുന്നൊരു തയ്യക്കട കാണിക്കത്തില്ലായിരുന്നോ, അത് നമ്മുടെ ഈ പപ്പടക്കടയുടെ തൊട്ടിപ്പുറത്താണ്. ഈ ഒരു തയ്യക്കട കേട്ടോ നമ്മുടെ സ്പടികത്തിനകത്ത് കാണിക്കുന്നത്. അതിൽ കാണിക്കുന്ന മറ്റേ അത് കപ്പേളയാണോ പള്ളിയാണോ, അത് പള്ളിയല്ലേ, ആ പള്ളിയാണ് അതെ ആ കാണുന്നത്. സാധാ പപ്പടം ഇപ്പം നിലവിൽ ഒറ്റ സൈസാണോ ചെയ്യുന്നത്? അല്ല, പല സൈസുണ്ട്. ചിലൊരു കല്യാണങ്ങളൊക്കെ ഇപ്പൊ കല്യാണങ്ങൾ കുറവാണ്, ചിലപ്പോൾ കല്യാണത്തിന് വലിയത് വേണമെന്നൊക്കെ വന്നിട്ട് ഓർഡർ വലുതുണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ. അപ്പം നമ്മളിവിടെ ചാർജ് ചെയ്യുന്നത് ഓരോ പപ്പടത്തിന് സൈസ് അനുസരിച്ചാണ്. പലർക്ക് ഹോൾസെയിൽ റീറ്റെയിൽ അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇവിടെ ഉള്ള കച്ചവടം അല്ലാതെ നമ്മൾ പുറത്തോട്ട് പാക്കറ്റ് ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ പുറത്ത് ആവശ്യക്കാരെ പിന്നെ ഈ കല്യാണങ്ങളൊക്കെ ഇപ്പൊ കല്യാണങ്ങൾ കുറവാണ്, കല്യാണങ്ങൾ അതല്ലാതെ വേറെ ഇതില്ല, നമ്മൾ പുറത്തോട്ടുള്ള സെയിലില്ല, ഇവിടെ ഉള്ള സെയിലല്ലേ. അപ്പം നമുക്ക് പപ്പടത്തിനൊക്കെ എന്ത് ചാർജ്? ഇപ്പം ഞാൻ കണ്ടുകൂടെ വന്നപ്പോൾ തന്നെ ഞാൻ വന്നിട്ട് ഒരു 10 മിനിറ്റ് ആയെങ്കിലും ഒരു 10-20 രൂപയോളം വന്ന് സാധനം വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇപ്പം എങ്ങനെയാണ് പപ്പടത്തിൽ? ഇപ്പം 20 രൂപയ്ക്ക് പപ്പടം എന്താ എണ്ണമല്ല പറയുന്നത്, ഇത്ര രൂപയ്ക്കെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം 20 രൂപയ്ക്ക് പപ്പടമൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ നിങ്ങൾ എണ്ണം നോക്കിയിട്ടാണ് കൊടുക്കുന്നത്? 100 ഇത്ര രൂപ 100 രൂപയുടെ 120 രണ്ട് സൈസ് ഉണ്ട്. നമ്മൾ സാധാരണ വീട്ടാവശ്യക്കാരെ തീരെ ചെറുതല്ല ഇടത്തറിയാ, അപ്പൊ അതിനനുസരിച്ച് 20 രൂപയ്ക്ക് വരുമ്പോ 20 രൂപയ്ക്ക്. അതെ വെച്ച് ഞാൻ കണ്ടു വരുന്നവരെല്ലാം 10 രൂപയ്ക്ക് വരെ ഒന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കൂടുതലും വീട്ടാവശ്യക്കാരാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോട്ടെ, ഇപ്പൊ ഈ സപ്പോസ് ഈ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും ഈ പപ്പടം വേണം എന്ന് തോന്നിയാൽ അവർ വിളിച്ചാൽ അവർക്ക് കൊടുക്കാൻ നിർവാഹമുണ്ടോ? ഇവിടെ വന്നിട്ടാണെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റുമല്ലേ. അപ്പോൾ ഞാൻ ലൊക്കേഷൻ കാര്യമൊക്കെ എന്തായാലും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ചേട്ടൻ നമ്പറും കൊടുക്കാം. നിങ്ങൾ കാണുന്ന സമയത്ത് കാരണം നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നുള്ള പപ്പടം കിട്ടുന്ന കാര്യം വളരെ പാടാണ്. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിക്കാം. ചങ്ങനാശ്ശേരി തന്നെ നമ്മുടെ സ്പടിയൊക്കെ ഷൂട്ട് ചെയ്യുക, സ്പടിയത്തിലെ സ്വന്തം മാർക്കറ്റിൽ അല്ലേ. പപ്പടത്തിനിപ്പം പറഞ്ഞു ഷോപ്പിലായിട്ടൊന്നും കൊടുക്കുന്നില്ല, പാക്കറ്റായിട്ടൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വല്ല പ്രത്യേകിച്ച് പേരുമല്ല നിങ്ങൾ ഇട്ടിട്ടുണ്ടോ? ന്യൂ ഗോൾഡൻ പപ്പടം ഇതായിരിക്കും മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ കടകളെല്ലാം കടകളെ ചില ആൾക്കാർ പാക്കറ്റാക്കി തരണമെന്നൊക്കെ പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പപ്പടം കൂടുതൽ ഇരിക്കത്തില്ല. കാരണം മായം ഇല്ലാത്തൊരു കാരണത്താൽ കൂടുതൽ ഇരിക്കത്തില്ല അല്ലേ. പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കുന്ന കൈ കൊണ്ടാണ്, മറ്റൊക്കെ മെഷീനറി ഇല്ല, മെഷീനറിയിൽ പപ്പടം ഉണ്ടാക്കുന്നതാണ്. അത് ദോഷമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിനെ അപേക്ഷിച്ച് ഞങ്ങളുടെ പപ്പടം കൂടുതൽ ഇരിക്കത്തില്ല അല്ലേ. അപ്പൊ ഞങ്ങളത് പാക്കറ്റ് ആക്കി കഴിഞ്ഞാൽ റിട്ടേൺ ഒക്കെ എടുക്കുമ്പോൾ ചെറിയൊരു സാധനമല്ല, തിരിച്ചെടുക്കാൻ പോയാലും ഇതാകുമ്പോൾ നമുക്കുള്ള ആവശ്യം ഉള്ള കച്ചവടം ഇപ്പൊ തന്നെ കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞിട്ട് ഈ പപ്പടങ്ങളും കാര്യം ഒന്നും പുറത്ത് കടയിൽ കിട്ടത്തില്ല. നിങ്ങൾ വരുന്ന സമയത്ത് ചങ്ങനാശ്ശേരിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പപ്പടം ആവശ്യത്തിനുള്ള പപ്പടം നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് പറ്റും.
ഒരു മായവും ചേരാതെ ഉണ്ടാക്കുന്ന പപ്പടം ആയതുകൊണ്ട് തന്നെ ആകാം ഇവിടെ ഒരുപാട് ആളുകൾ ഞാൻ നിന്നപ്പോൾ തന്നെ വന്ന് പപ്പടം വാങ്ങി പോകുന്നുണ്ടായിരുന്നു. അതിപ്പോൾ 10 രൂപയ്ക്ക് ചോദിച്ചാൽ ഇവിടുന്ന് പപ്പടം കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയിൽ മാർക്കറ്റിലാണെന്ന്. അപ്പോൾ മാർക്കറ്റിൽ വരുമ്പോൾ സമയത്ത് പ്രത്യേകിച്ച് പേരോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾ ഈ ലൊക്കേഷൻ ഒന്ന് നോക്കി വെക്കുക. ഈ കാണുന്നതാണ് നമ്മുടെ ചേട്ടൻ്റെ ന്യൂ ഗോൾഡൻ പപ്പടക്കട. ഈ മാർക്കറ്റിൽ വെച്ചിട്ട് തന്നെയായിരുന്നു നമ്മുടെ സ്പടികമൊക്കെ ഷൂട്ട് ചെയ്തത്. ഈ താഴെ കാണുന്ന സീക്വൻസിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ സ്പടികത്തിൽ ഓരോ ലൊക്കേഷൻസ് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്ത കാര്യം. ഈ കാണുന്നതാണ് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ഫേമസ് ആയിട്ടുള്ള 5 വിളക്ക്. ഇതും നമ്മുടെ സ്പടികത്തിനകത്തുണ്ടായിരുന്നു. ഒപ്പം തന്നെ ബാക്കിൽ കാണുന്ന ബോട്ട് കണ്ട് വല്ല പരിചയമുണ്ടോ? നമ്മൾ ഓൾറെഡി വാട്ടർ ടാക്സിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. എന്താണ് വാട്ടർ ടാക്സി എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ഈ കാണുന്ന ഇവിടുത്തെ കപ്പേളയാണോ പള്ളിയെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. പള്ളി എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്, പക്ഷേ ഈ കപ്പലായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ കപ്പളയും കാര്യമൊക്കെ ഒരുപാട് രീതിയിൽ നമ്മുടെ സ്പടികത്തിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പടികത്തിലെ ആടുതോമയുടെ വിഹാര കേന്ദ്രമായിട്ട് കാണിച്ചിരുന്ന സ്ഥലമായിരുന്നുണ്ട് ഈ കാണുന്നത്. ഇപ്പോൾ ഒന്നുകൂടെ പുതുക്കി പണിയെല്ലാം ലെവലാക്കിയിട്ടുണ്ട്. സൈഡിൽ കാണുന്ന കോണിപ്പടി കയറിയാണ് മേളിലേക്കൊക്കെ പോകുന്നത്. അപ്പം നമ്മുടെ പപ്പടം ഉണ്ടാക്കുന്ന രീതി കണ്ടല്ലോ, വളരെ സിമ്പിൾ ആണ്. പക്ഷേ എന്താ പറയുക, സ്ഥിരം തൊഴിൽ അഭ്യാസം എന്ന് പറയുന്നതിന്റെ കൂട്ട കറക്റ്റ് ആയിരിക്കണം. ഈ ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടല്ലേ, ഭയങ്കര സ്പീഡൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ആ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഇവരധികം. ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു പുറത്തേക്ക് ഷോപ്പിലോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. കാരണം പ്രിസർവേറ്റീവ് ചേരാത്ത പപ്പടം അതുകൊണ്ടെന്നെ ഒരുപാട് നാളിരിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ പ്രിസർവേറ്റീവ് ചേരാത്ത ഈ പപ്പടം വേണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഈ ചങ്ങനാശ്ശേരിയിലെ പ്രസാദ് ഏട്ടന്റെ കടയിലേക്ക് വന്നാൽ മതി. ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പപ്പടത്തിന്റെ ഓർഡർ കൊടുക്കണമെങ്കിൽ പ്രസാദിന്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അവരുടെ പപ്പടം ഉണ്ടാക്കുന്ന വണ്ടിയുടെ നല്ല സൗണ്ട് ഉണ്ടോ ബാഗില്? പപ്പടം അവരുണ്ടാക്കുന്ന തിരക്കിലാണ്. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് പെട്ടെന്ന് ഉണ്ടാക്കി കാണിച്ചിരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ദിസ് ഈസ് ശ്രീരാജ് സൈനിങ് ഓഫ് ഫ്രം vblog4u.